എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വിസ്കൂൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ റീൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ റീൽസും ഈവൻ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് കിട്ടാനായിട്ട് നമ്മുടെ വിസ്കൂളിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിസ്കൂൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കാണും. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലേലിസ്റ്റുകളിൽ ക്ലാസ് നമ്പർ 1 മുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ 3rd ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ഫണലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്താണ് ഈ മാർക്കറ്റിംഗ് ഫണൽ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഫണൽ നമ്മൾ അറിയാതെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾക്ക് ഐഡിയ ഇല്ല എന്താണ് ഈ മാർക്കറ്റിംഗ് ഫണൽ എന്നുള്ളത്, അല്ലേ? സോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ഈ മാർക്കറ്റിംഗ് ഫണൽ? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഈവൻ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ MBA പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈവൻ BCom BBA ഒക്കെ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും മാർക്കറ്റിംഗ് ഫണൽ. പല ആളുകളും മറന്നു പോയിട്ടുണ്ടാകാം. ഇനി ബിസിനസ് ആളുകൾക്കും ഫ്രീലാൻസേഴ്സും എല്ലാവരും ഈവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്നറിയാം, അല്ലേ? എന്താണ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? നമ്മുടെ വെച്ചുകുറ്റി പോലെയാണ്, അല്ലേ? അരിച്ചരിച്ചരിച്ചരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണ, അല്ലേ? എണ്ണ നമ്മൾ വലിയ ആ ഒരു പൗച്ചിൽ നിന്ന് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഫണൽ യൂസ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്, അല്ലേ? എന്തിനാണ് നമ്മൾ ഫണൽ യൂസ് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും പുറത്തു പോകാതെ നമ്മളുടെ ഈ ഒരു കണ്ടെയ്നറിനകത്ത് പ്രോപ്പറായിട്ട് വീണാനാണ് ഈ ഫണൽ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇനി മാർക്കറ്റിംഗ് ഫണലിലേക്ക് വരുമ്പം അതേ പേഴ്സ്പെക്റ്റീവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതായത് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാത്ത ആളുകളിൽ നിന്നും എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് വഴി എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാർക്കറ്റിംഗ് ഫണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റിംഗ് ഫണലിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിൽ എൻ്റെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് അറിയില്ല. സോ അതിനെ അറിയിച്ചുകൊണ്ട് പതുക്കെ എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കുക എന്നുള്ളത് പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ജേർണിയുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. എനിക്കിവിടെ കാണാനായിട്ട് പറ്റും, നോട്ട് എവ്രി വൺ ഹു ഹേഴ്സ് അബൌട്ട് യുവർ ബ്രാൻഡ് വിൽ ബൈ ഇറ്റ്, അല്ലേ? ഇപ്പം എൻ്റെ പ്രോഡക്റ്റ്, ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ഇനി എൻ്റെ പ്രോഡക്റ്റ് എല്ലാ ആളുകളും അറിയണം എന്നില്ല, അല്ലേ? ഞാൻ എൻ്റെ മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ ഇറക്കുകയാണ്. ഓക്കെ, സോ ഈവൻ ഇറ്റ് ഈസ് എ സ്കിൻ കെയർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്ട്സ് ആകാം, ഡ്രസ്സസ് ആകാം, വാട്ട് എവർ, ഇ-കൊമേഴ്സ് പ്രോഡക്ട്സ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എൻ്റെ ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പം 100 കോടി ആളുകളുണ്ടെങ്കിൽ 100 കോടി ആളുകളും എൻ്റെ ബ്രാൻഡിനെ പറ്റി അറിയില്ല, അല്ലേ? സോ ഈവൻ കേരളത്തിലുള്ള ആളുകൾ അറിയണമെങ്കിൽ, ഓക്കെ, ഇപ്പം ഒരു 3 കോടി ആളുകൾ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ചെയ്യണം, അല്ലേ? ഇനി എൻ്റെ പ്രോഡക്റ്റ് എല്ലാ ആളുകളിലേക്കും കാണിക്കേണ്ട സാഹചര്യവും ഇല്ല, അല്ലേ? ഇപ്പം എൻ്റെ പ്രോഡക്റ്റ് ഒരു സർവീസാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ്. ഈ 3 കോടി ജനങ്ങളിലേക്കും എൻ്റെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് അറിയിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മൾ ഓഡിയൻസിനെ ഡിവൈഡ് ചെയ്യും. കുട്ടികളുണ്ട്, ടീനേജേഴ്സ് ഉണ്ട്, അഡൽട്ട്സ് ഉണ്ട്, പിന്നെ ഓൾഡ് ഏജ് പീപ്പിൾസ് ഉണ്ട്. ഓക്കെ, സോ ഇവരെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സാണ്. പക്ഷെ പ്രോഡക്റ്റ് വരുമ്പം ഇറ്റ്സ് ഡിഫറെൻറ്റ്, റൈറ്റ്? എനിക്കിപ്പം എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല, അല്ലേ? കോഴ്സ് എടുക്കണം എന്ന് പറയാനായിട്ട് പറ്റില്ല. അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല. അവർക്ക് ട്യൂഷൻസ്, ഡ്രോയിങ്സ്, അപ്സ്കില്ലിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈ എന്താ പറയുക, എൻട്രൻസ് കോച്ചിങ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, ഇങ്ങനത്തെ സബ്ജക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ അപ്സ്കില്ലിങ് കൂടുതൽ വരുന്നുണ്ട് കുട്ടികളിലേക്ക്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇപ്പം നല്ലൊരു സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ടീനേജേഴ്സും അഡൽട്ട്സൊക്കെ വഴിയാണ്. അവിടെ ഞാൻ ഈ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് എൻ്റെ കോഴ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് അർത്ഥമില്ല. അപ്പം 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ ആവശ്യം എന്താണോ, അതിൻ്റെ നീഡ് എന്താണോ, ഇത് 4ാം ക്ലാസ്സിലെ കുട്ടിയല്ല പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അല്ലേ? ആരാണ്? അവരുടെ പാരൻസ് ആണ്.
അപ്പോൾ അവരുടെ പേരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വേണം ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെ മാർക്കറ്റിംഗ് പോകുന്നത് തന്നെ. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമ്മളെപ്പം ആഡ്സ് റൺ ചെയ്യാൻ പോയാലും നമുക്ക് ഓഡിയൻസ്, ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബ്രാൻഡ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയൻസിലേക്കും ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? അവിടെ എനിക്ക് വേണ്ടുന്നത് എൻ്റെ പ്രോഡക്റ്റിനോട് ഇഷ്ടമുള്ള, എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന, എൻ്റെ പ്രോഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് വേണം ഞാൻ എന്ത് ചെയ്യാനായിട്ട്, ഈ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാനായിട്ട്, അല്ലേ? സോ ഫണലിലേക്ക് വരുമ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ആണ്. സോ ഈ ഫണലിൽ തന്നെ ആളുകളിലേക്ക് ഞാൻ എത്തിക്കുന്നു. അതുവഴി ക്ലോസ് ചെയ്ത് ആ ഫണലിലൂടെ ഇറങ്ങി ആളുകൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അതായത് ഒരു ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. സോ ഇതാണ് പ്രോസസ്സ് ഫണലിൻ്റെ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണാനായിട്ട് പറ്റും. സോ മാർക്കറ്റിംഗ് ഫണലിൻ്റെ 3 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോഫു, മോഫു, ബോഫു. ടോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ഫണൽ, മോഫു എന്ന് പറഞ്ഞാൽ മിഡിൽ ഓഫ് ദ ഫണൽ, ബോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദ ഫണൽ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിനെയും വിവരിക്കുന്നുണ്ട്. ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയർനെസ് ആണ്. ഓക്കെ, മോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ ആണ്. ബോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ആണ്. നമ്മളത് ഓരോന്നും പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പ് ഓഫ് ദ ഫണൽ അല്ലെങ്കിൽ ടോഫു എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ടോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ആണ്. ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ബ്രാൻഡ് ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. എൻ്റെ ബ്രാൻഡിനെ പറ്റി ഓഡിയൻസിന് അറിയില്ല, ഓഡിയൻസ് ഇൻ ദ സെൻസ് കസ്റ്റമേഴ്സിന് അറിയില്ല എന്താണെന്നുള്ളത്. സോ ആളുകളിലേക്ക് എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ അറിയിക്കണം, അല്ലേ? എന്നാലല്ലേ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പോവും. അതനുസരിച്ചിട്ടല്ലേ ആ ഫണൽ കൃത്യമായിട്ട് പോയി പർച്ചേസിലേക്ക് പോകുന്നത്. സോ എൻ്റെ കസ്റ്റമറിലേക്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് അറിയിക്കണം. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, എൻ്റെ ബ്രാൻഡിനെ ആളുകളിലേക്ക് അറിയിക്കണം. ആളുകളെ അറിയിക്കുന്നത് എങ്ങനെയാണ്? അവയർനെസ്സിലൂടെയാണ്, അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗോൾ എന്താണ്? നമുക്ക് നമ്മളുടെ ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യുക, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഓഡിയൻസ് ആരാണ്? നമുക്കറിയാം ഈ അവയർനെസ് സ്റ്റേജ് എന്ന് പറയുമ്പം ആളുകൾക്ക് എൻ്റെ ബ്രാൻഡ് എന്താണെന്ന് അറിയില്ല, എൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് അറിയില്ല, എൻ്റെ USP യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണെന്ന് അറിയില്ല, എൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്താണെന്ന് അറിയത്തില്ല. അതായത് കസ്റ്റമേഴ്സിന് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി 0 നോളജാണ്. ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പം അവരെൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളു. അപ്പോൾ ഇവിടെ വരുന്ന ഓഡിയൻസ് ഒരിക്കലും ഹോട്ട് ഓഡിയൻസ് ആവില്ല, അല്ലേ? കോൾഡ് ഓഡിയൻസ് ആണ്. അപ്പം നമ്മൾ ഓഡിയൻസിനെ ചുരുക്കിയാണ് എന്ത് കോൾഡ് ഓഡിയൻസിനെ ഹോട്ട് ഓഡിയൻസിലേക്ക് ആക്കേണ്ടത്. ഞാൻ 3 കോടി ജനങ്ങളിലേക്ക് എൻ്റെ പരസ്യം എത്തിച്ചാലും 3 കോടി ജനങ്ങളും എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല, അല്ലേ? ഈ കോൾഡ് ഓഡിയൻസിനെ ഫിൽട്ടർ ചെയ്ത് ഹോട്ടാക്കി, പിന്നെയും ഫിൽട്ടർ ചെയ്തിട്ടാണ് വാമാക്കി, പിന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഹോട്ടാക്കുന്നത്. സോ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഓക്കെ, ഞാൻ ഇന്നൊരു ആഡ് ഇട്ട് ആളുകൾ അറിഞ്ഞ് നാളെ അതിനെ കൺസിഡർ ചെയ്ത് അവർ പിന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്കൊന്നും പോയില്ല. നമ്മളാണെങ്കിലും ഒരു സാധനം നമ്മളുടെ ഫ്രണ്ടിലേക്ക് ഒരു പരസ്യം വന്നു. ഓക്കെ, ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നോക്കുന്ന ഒരാളാണ്. ഓക്കെ, എനിക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടുതൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയണം. ആ സമയത്ത് ഞാൻ ഒരു പരസ്യം കണ്ടു സ്കൂളിൻ്റെ. ഞാൻ പരസ്യം കണ്ടു എന്നും പറഞ്ഞ് ഞാൻ ഉടനെ പോയി പർച്ചേസ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും നീഡായിരിക്കണം. ഞാൻ ആ ഇൻട്രസ്റ്റിലുണ്ട്. ഓക്കെ, ഞാൻ നോക്കുന്നതേ ഉള്ളൂ, കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിലേക്ക് പരസ്യം വന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ ഉടനെ പോയി 10,000 രൂപയുടെ കോഴ്സ് പോയി എടുക്കണം എന്നില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കും. എന്താണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ്? ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് എനിക്ക് കിട്ടുമോ? ഇനി എന്തൊക്കെയാണ് ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിനകത്ത് പഠിക്കാൻ വരുന്നത്? എന്താണ് വിസ്കൂൾ? വിസ്കൂളിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? വിസ്കൂളിൻ്റെ മിഷൻ എന്താണ്? വിഷൻ എന്താണ്? ഇതെല്ലാം നമ്മൾ നോക്കും, അല്ലേ? ചിലർ വിഷനും മിഷനും നോക്കാറില്ല, ചിലർ വിഷനും മിഷനും നോക്കാറൊക്കെ ഉണ്ട്. സോ ഇത് ട്രസ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതെല്ലാം നോക്കും, അല്ലേ? എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളൊരു എൻക്വയറി ഇടുന്നത്. സോ അവരെ വിളിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരുമ്പം നമ്മൾ കുറച്ചും കൂടി നോക്കി നമ്മൾ ഓക്കെ വേണമോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിച്ചതിന് ശേഷം, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സല്ല, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് നടക്കുന്ന പ്രോസസ്സല്ല, ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് കോസ്റ്റ് കൂടുതലുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരിക്കലും 10,000 20,000 രൂപയൊന്നും അല്ല. എന്തിന്? ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ലാൻഡ് ആയിക്കോട്ടെ, ഈവൻ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അവിടെ കോടികളുടെ കണക്കാണ്, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കണക്കാണ്. മിനിമം ഒരു 50 lakhs എബോവ് എങ്കിലും ആവും.
അല്ലേ? പോട്ടെ, ഒരു കോടി എടുക്കാം. ഈ 1 കോടിയുടെ ഒരു ഫ്ലാറ്റോ വില്ലയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഓഡിയൻസ് ആയിക്കോട്ടെ, നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വിത്തിൻ 1 വീക്കിനുള്ളിലെല്ലാം ക്ലിയർ ചെയ്യുമോ? ഇല്ല അല്ലേ? നമ്മൾ 2 മാസം എടുക്കും, 3 മാസം എടുക്കും, ചിലപ്പോൾ ഒരു 5-6 മാസം എടുക്കും, ചിലപ്പോൾ 1 ഇയർ എടുക്കും, ചിലപ്പോൾ 2 ഇയേഴ്സ് എടുക്കും. അത് കസ്റ്റമേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. ഇതെല്ലാം അന്വേഷിക്കും, ജെന്യൂൻ ആണോ അല്ലയോ, അവർ രജിസ്റ്റേർഡ് ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് എന്തിലേക്ക് പോകുന്നത്? പർച്ചേസിലേക്ക് പോകുന്നത് അല്ലേ? അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ കണ്ടുകൊണ്ട് നിന്ന് അറിയാം. കൺവേർഷൻ നടക്കുന്ന ഉടനെ അല്ല. അങ്ങനെ സഡൻ കൺവേർഷൻ നടക്കുന്ന ആളുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഓൾറെഡി സെറ്റഡ് ആണെങ്കിൽ സഡൻ ആയിട്ടുള്ള കൺവേർഷൻസ് നടക്കാറുണ്ട്. അതും ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, 100 ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം അങ്ങാണ് നടന്നതെന്ന് പറഞ്ഞ് 100 പേരുണ്ടെങ്കിൽ 100 പേരും സഡൻ കൺവേർഷനിലേക്ക് പോകാറില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സെയിൽസ് അങ്ങനെയാണ് അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സും മനസ്സിലാക്കണം. സെയിൽസ് പെട്ടെന്ന് നടക്കുന്ന ആക്ഷൻ അല്ല, ഒരു ഈവൻ വിത്തിൻ 1 ഡേ നടക്കുന്ന ആക്ഷൻ അല്ല, കുറച്ച് സമയമെടുക്കും നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കൺവേർഷൻ റേറ്റിലേക്ക് പോകാനായിട്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കസ്റ്റമർ ഓഡിയൻസിൻ്റെ സ്റ്റേറ്റസ് ആണ്. ഇവിടെ കോൾഡ് ഓഡിയൻസ് ആണ് വരുന്നത്. കാര്യം നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി, നമ്മുടെ ബ്രാൻഡിനെ പറ്റിയിട്ട് ഒന്നും കസ്റ്റമേഴ്സിന് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ഹോട്ട് ഓഡിയൻസ് ആവുന്നത് അല്ലേ? പിന്നെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഐ ഹാവ് എ പ്രോബ്ലം ഓർ നീഡ് ബട്ട് ഐ ഡോണ്ട് നോ ഹു ക്യാൻ ഹെൽപ്പ്. അതായത് കസ്റ്റമേഴ്സിന് ചിലപ്പം ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യം കാണുമായിരിക്കാം, പക്ഷെ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും അറിയത്തില്ല. ഓക്കെ, അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണയൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു കാര്യം അവർ അവയർനെസ് സ്റ്റേജിലല്ലേ. നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നൊരു സമയമാണ്. വേണോ വേണ്ടേ, അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വേണോ വേണ്ടേ എന്നുള്ളത് അടുത്ത സ്റ്റേജാണ്, കൺസിഡറേഷൻ സ്റ്റേജിലാണ്. പക്ഷെ ബ്രാൻഡിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. സോ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പിന്നെ ഈ ഒരു അവയർനെസ് സ്റ്റേജിൽ നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇപ്പോൾ റീൽസ് ആയിക്കോട്ടെ, ഇവൻ ടിക്ടോക്സിൽ വീഡിയോസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ബ്ലോഗ് പോസ്റ്റുകൾ ഇടാനായിട്ട് പറ്റും. യൂട്യൂബ് വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോപ്പ് ഓഫ് ദ ഫണലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ റീൽസ് മാക്സിമം നിങ്ങളുടെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് ഇടുക. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണെങ്കിൽ അതിൽ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുക, യൂട്യൂബ് വീഡിയോസ് ഞാൻ ഇടുക, അതുപോലെ തന്നെ ഇൻഫോഗ്രാഫിക്സ്, അഡ്വർടൈസ്മെന്റ്സ്, ഇതൊക്കെ ഇടുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ, സോ അടുത്തതാണ് നമ്മളുടെ മോഫോ, അതായത് മിഡിൽ ഓഫ് ദ ഫണൽ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവയർനെസ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൺസിഡറേഷൻ ആണ്. അതായത് കൺസിഡർ ചെയ്യാണ്, ഓക്കെ ഈ പ്രോഡക്റ്റ് എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇവിടെ ഡിസിഷൻ മേക്കിംഗ് അടുത്ത പ്രോസസ്സിലേക്കാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒന്ന് പരിഗണിക്കും കസ്റ്റമേഴ്സ് അല്ലേ? ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനല്ലേ, ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണുന്നു, നമുക്ക് ആ പ്രോഡക്റ്റിനോട് ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നി. ഇൻട്രസ്റ്റ് സ്റ്റേജാണ് എന്ത് വരുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബിൽഡിങ് എ ട്രസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സെഗ്മെന്റിൽ. കാര്യം കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൺസിഡറേഷനിൽ നിന്ന് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകത്തുള്ളൂ. ട്രസ്റ്റ് ഇല്ല എന്ന് അവർ ഈ ഒരു കൺസിഡറേഷൻ പോയിന്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത്, അതായത് ഈ മോഫോ സ്റ്റേജിൽ അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബ്രാൻഡിനെ അവർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ ബ്രാൻഡിനെ അവർ സ്വീകരിക്കും. സോ ആ സ്റ്റേജ് നമുക്ക് വേണ്ട അല്ലേ? അങ്ങനെ ഒരു ഷഫ്ലിംഗ് നമുക്ക് വേണ്ട. നമ്മളുടെ ബ്രാൻഡിനെ തന്നെ അവർ കൺസിഡർ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. സോ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ട്രസ്റ്റിംഗ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ? ഒരു ബ്രാൻഡ്, പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്. കാര്യം ആളുകൾക്ക് വേണ്ടുന്ന ജെന്യൂനിറ്റിയാണ്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ജെന്യൂനിറ്റി എങ്ങനെയാണ് നമുക്ക് ജെന്യൂനിറ്റി ഉണ്ടാക്കാൻ? കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഒക്കെ കാണിച്ചു കൊണ്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ USP കാണിച്ച് മാക്സിമം കൺവേർഷൻ ഒപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയല്ലേ പല ബിസിനസ്സും ചെയ്യുന്നത് തന്നെ. സോ കൺസിഡറേഷൻ പോയിന്റിൽ കസ്റ്റമർ കൺസിഡർ ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളിവിടെ ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചെയ്യേണ്ടത്. അവയർനെസ് സ്റ്റേജ് കഴിഞ്ഞാൽ, അതായത് ടോഫു എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഫുവിലേക്ക് വരുമ്പോഴത്തേക്ക് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്.
ഓക്കെ, സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ സ്റ്റേറ്റസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, വാം ആവും. അതായത് ആ ഒരു വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള കസ്റ്റം ഓഡിയൻസിൽ നിന്ന്, സോറി കസ്റ്റം ഓഡിയൻസ് അല്ല, കസ്റ്റം ഓഡിയൻസ് ഒക്കെ ഇനി വരത്തതേ ഇല്ല, ഞാൻ ഉദ്ദേശിച്ചു കോൾഡ് ഓഡിയൻസ് ആണ്. ഓക്കെ, സോ ആ ഒരു വലിയൊരു കോൾഡ് ഓഡിയൻസിൽ നിന്നും നമ്മളുടെ ബ്രാൻഡിനെ പരിഗണിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെയാണ് വാം ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിനോട് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, വലിയ ഇൻട്രസ്റ്റ് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് അവരെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ ഒരു സ്റ്റേജാണ് ഈ മോഫു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈവൻ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ അവർ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും നമ്മളുടെ പ്രോഡക്റ്റുമായിട്ട്. എന്നിട്ട് അവർ ചിന്തിക്കുന്ന സമയം ഞാൻ എന്തിനാണ് ഇവരെ പിക്ക് ചെയ്യേണ്ടത്, ഞാൻ ഈ കോഴ്സ് എന്തുകൊണ്ട്, ഇവരുടെ കോഴ്സ് എന്തുകൊണ്ട് പിക്ക് ചെയ്യണ്ട എന്നുള്ളൊരു കമ്പാരിസൺ സ്റ്റേജാണ് ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ സൈഡ്. നമ്മളാണെങ്കിലും അങ്ങനല്ലേ, ഒരു പ്രോഡക്റ്റ് കാശ് കൊടുത്ത് മേടിക്കുന്നതിന് മുന്നേ നമ്മൾ ആ കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം നോക്കും, അവരുടെയാണോ ബെറ്റർ, ഇവരുടെയാണോ ബെറ്റർ അല്ലേ, അവരെത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഇവരെത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് എക്സ്ട്രാ കിട്ടുന്നത്, എത്ര രൂപയാവും എക്സ്ട്രാ, അല്ലെങ്കിൽ എത്ര കുറവാണ് ഇവിടെ, ഇതെല്ലാം നോക്കിയിട്ടാണ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ട്രസ്റ്റ് ഫാക്ടേഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ, ഈവൻ ടെസ്റ്റിമോണിയൽസ് ഒക്കെ വെച്ചിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ, ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വിറ്റാലും, ഈവൻ ഭയങ്കര ഹൈ റേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് സുഖമായിട്ട് നിങ്ങൾക്ക് പർച്ചേസിങ് നടക്കും. ബിക്കോസ് ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നിശ കയറി വരണം. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എഡ്ടെക് ഫീൽഡിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഒരുപാട് കമ്പനീസ് അല്ലേ, ഞാൻ കമ്പനീസിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കറിയാം പല ബ്രാൻഡുകളിലും ഇന്നൊരു കോഴ്സിന്, ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിന് 60,000 65,000 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കിടിലം കോണ്ടന്റ് ഒന്നും അല്ല, ബട്ട് എന്നിരുന്നാലും ദേ ആർ പ്രൊവൈഡിങ് സം തിയറീസ് ആൻഡ് ഓൾസോ ദ പ്രാക്ടിക്കൽസ്. പക്ഷെ അതിനാണ് നിങ്ങൾ ഈ 60,000 രൂപ കൊണ്ട് ചിലവാക്കുന്നത്. പക്ഷെ പല സ്റ്റാർട്ടപ്സ് ചെയ്യുന്നു. ഇപ്പം വിസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിസ്കൂൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് 10,000 റുപ്പീസാണ്. ഓക്കെ, 10,000 രൂപയുള്ള കോഴ്സിന്, അതായത് 9,999 രൂപ. ഇതാണ് കോഴ്സിൻ്റെ വില വരുന്നത്. ഓക്കെ, ഇനി ഈ കോഴ്സിൽ എന്തൊക്കെ കിട്ടും, 100% പ്രാക്ടിക്കലാണ്. പക്ഷേ ട്രസ്റ്റ് ഫാക്ടർ സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് വെൻ കംസ് ടു എ സ്റ്റാർട്ടപ്പ്. സോ അവിടെയാണ് ഓൾറെഡി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ്. അവിടെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചിറങ്ങിയതാണ് അല്ലേ, അപ്പോൾ 60,000 രൂപ വേർത്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പലരും. പക്ഷെ അതേ സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്സുകളിൽ നിന്നും കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മോഫു ലെവലിൽ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക. ഇവിടെയാണ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് മാറുന്നത്. ഇവിടെ കമ്പാരിസൺ ആണ് മെയിനായിട്ടും നടക്കുന്നത് തന്നെ. സോ ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ ബുക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് കാര്യങ്ങളെല്ലാം ന്യൂസ് ലെറ്റേഴ്സ് വഴി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. വെബിനാർസുകൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഓഡിയൻസിൻ്റെ സക്സസ് സ്റ്റോറീസ് എല്ലാം ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനിടയിൽ നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് മോഫു ലെവൽ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ ഫണൽ. കൺസിഡറേഷൻ സ്റ്റേജാണ്, ട്രസ്റ്റ് ഫാക്ടറാണ് മെയിനായിട്ടും വരുന്നത്. ഇതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, കോൺസെപ്റ്റുകളെല്ലാം വളരെ ക്ലിയർ ആണല്ലോ അല്ലേ. സോ നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് മോഫു, ബോട്ടം ഓഫ് ദ ഫണൽ. ഞാൻ പറഞ്ഞല്ലേ ആ വെച്ചുകുറ്റി നമ്മൾ താഴോട്ട് പോവാണ്. ഇങ്ങനെയാണല്ലേ, വി ഷേപ്പിലാണല്ലേ വെച്ചുകുത്തിയിരിക്കുന്നത്. റിയൽ ആയിട്ടുള്ളൊരു വെച്ചുകുത്തിയിരിക്കുന്നത് അങ്ങനെയല്ല, ആ ഒരു ഫണലിരിക്കുന്നത്. ഈ ഫണലിലേക്ക് വരുമ്പോൾ അരിച്ചരിച്ചാണ് വരുന്നത് അല്ലേ. ആദ്യം വലുതായിരിക്കും, പിന്നെ പതുക്കെ മിഡിൽ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ചെറുതാവും, പിന്നെ ബോട്ടമിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചുരുങ്ങും അല്ലേ. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ കോൾഡ് ഓഡിയൻസ് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ബ്രോഡർ സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ്. അതിൽ നിന്നാണ് കുറച്ച് സെറ്റ് ഓഫ് ആളുകൾ നമ്മളുടെ വാം ഓഡിയൻസിലേക്ക് വരുന്നത്. ഇനി വരുന്ന ഇവിടുത്തെ ഓഡിയൻസ് സൈസ് ഹോട്ടാണ്, ഭയങ്കര ചൂടാണ്.
ഓക്കെ, സോ ബോഫ് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ ഫണലിൽ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡ്സിനെ കൺവേർട്ട് ചെയ്യുക, സെയിൽസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ബോഫു മോഡലിൽ വരുന്നത്. മെയിനായിട്ടും ബോട്ടം ഓഫ് ദ ഫണലിൽ മെയിനായിട്ടും വരുന്നത് കസ്റ്റമേഴ്സ് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പർച്ചേസ് നടക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇവിടുത്തെ ഓഡിയൻസ് നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് സെറ്റ് ഓഫ് ഓഡിയൻസിന് അവർ ഓക്കെ, അവർക്ക് ആദ്യം നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലായി, പിന്നെ അതിനുശേഷം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കൺസിഡർ ചെയ്യുകയാണ്, ഫൈനൽ സ്റ്റേജ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കസ്റ്റമർ റെഡിയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കസ്റ്റമറിന്റെ മൈൻഡ് സെറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ബ്രാൻഡ് ഇഷ്ടപ്പെട്ടു, ഇനി എന്ത് വേണം, നിങ്ങളുടെ ബ്രാൻഡ് പർച്ചേസ് ചെയ്യാൻ ഒരു റീസൺ എനിക്ക് താ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ബോട്ടം ഓഫ് ദ ഫണലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഫ്രീ ട്രയൽസ് അല്ലെങ്കിൽ ഡെമോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു സർവീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫ്രീ ഡെമോസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ, കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നൊരു സെഗ്മെന്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ USPs പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഡെമോസ്, സർവീസിലേക്ക് വരുമ്പോൾ ഡെമോസ് ആണ്, പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഫ്രീ ട്രയൽസ് ആണ്. ഓക്കെ, നിങ്ങൾ സ്മിറ്റൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, ഗേൾസിനൊക്കെ അറിയാം സ്മിറ്റൻ, ബോയ്സും യൂസ് ചെയ്യുന്നവരുണ്ട്. സ്മിറ്റൻ കൂടുതലും ട്രയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ, വളരെ കുഞ്ഞു കുഞ്ഞു സാഷേഴ്സും കുഞ്ഞു കുഞ്ഞ് ബോട്ടിൽസിലും ഒക്കെ 50 ml 15 ആണ്, 15 ml, അതുപോലെ 50 ml 100 ml ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 100 ml ആകുമ്പോഴത്തേക്കും ട്രയൽ പോയിന്റിൻ്റെ ആ ഒരു എമൗണ്ട് കൂടും. 8 ട്രയൽ 10 ട്രയൽ ഒക്കെ ആയിരിക്കും. പക്ഷെ അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ ഒരു 299 300 rupees നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ സ്മിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നല്ല കാര്യങ്ങളാണല്ലേ. ട്രയൽസ് വഴി അവർക്ക് എന്ത് കിട്ടുകയാണ്? നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് സെയിൽ തന്നെ അവിടെ നടക്കുകയാണ്. കാരണം 300 rupees ആണ് പെർ പർച്ചേസിന്. ഇപ്പോൾ ട്രയൽസ് അല്ലേ, ആളുകൾ മാക്സിമം ട്രയൽസ് ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കും. സോ വൺസ് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ വലിയ ബിഗർ സൈസ് മേടിക്കും. സോ പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ട്രയൽസ് കൊടുക്കാം, എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും കൊടുക്കാം. അതുപോലെ നിങ്ങൾ മിന്ത്ര പോലുള്ള പ്ലാറ്റ്ഫോം, നൈക്ക പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് പകരം നിങ്ങൾ അതായത് ഹോൾ കാർട്ട് നിങ്ങൾ ആഡ് ചെയ്തു ഒരു 1000 rupees, അതിനകത്ത് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വേണ്ട, നിങ്ങൾ ഇൻസ്റ്റൻ്റ്ലി ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ആ ഒരു ടോട്ടൽ ഇത് നിങ്ങൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഡിലീറ്റ് ചെയ്തതിൻ്റെ സാഷസ് നിങ്ങൾക്ക് സാമ്പിളായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് സാമ്പിൾ യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് റീപർച്ചേസ് നടത്താനായിട്ട് പറ്റും. സോ ഫ്രീ സാമ്പിൾസ് കൊടുക്കുന്നത് വഴി, ഞാൻ പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ഫ്രീ സാമ്പിൾസ് കൊടുക്കുമ്പോഴത്തേക്കും കസ്റ്റമർ അത് യൂസ് ചെയ്യുമ്പം അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ പർച്ചേസ് യുവർ പ്രോഡക്റ്റ്. സോ ഇതൊരു കോൺസെപ്റ്റാണ്, അങ്ങനെയാണ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഫ്രീ ട്രയൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഡെമോസ് പ്രൊവൈഡ് ചെയ്യുക കസ്റ്റമറിന്. സോ ഡെമോസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റിൽ, അതായത് നിങ്ങളുടെ സർവീസിനെ പറ്റി കൂടുതൽ അറിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു CRM സോഫ്റ്റ്വെയർ നിങ്ങൾ കസ്റ്റമറിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ വിൽക്കുകയാണ്. ഓക്കെ, സോ ഈ CRM സോഫ്റ്റ്വെയർ ഡെമോ നടത്തുന്നു, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുകയാണ്, സർ ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സെയിൽസ് ഒപ്പിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡെമോയിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ആ ക്വാളിറ്റിയിൽ കസ്റ്റമർ വീണ് കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് കിടക്കും അല്ലേ. സോ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നുകിൽ ഫ്രീ ട്രയൽസ് അല്ലെങ്കിൽ ഫ്രീ ഡെമോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഡിസ്കൗണ്ടഡ് കോഡ്സ് അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ്, ഇപ്പോൾ ഓൾറെഡി ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിവ്യൂസും ടെസ്റ്റിമോണിയൽസും പ്രൊവൈഡ് ചെയ്യുക പുതിയ കസ്റ്റമേഴ്സിലേക്ക്. അപ്പോൾ അവരെ കണ്ടു, ഓക്കെ ഇവർ മേടിച്ചു, കുറേ പേര് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് നല്ലതായിരിക്കും, വലിയ വലിയ ആളുകളൊക്കെ അല്ലേ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ CRM. സോ എന്ത് ചെയ്യും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഡെമോയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ അവരെന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. സോ അവിടെ കൺവേർഷൻ വളരെ സിമ്പിളായിരിക്കും. പിന്നെ കമ്പാരിസൺ ഷീറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ കമ്പയർ ചെയ്യും ഡെഫിനറ്റ്ലി. സോ ആ ഷീറ്റ്സ് നിങ്ങൾ ഓൾറെഡി ഇപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു ഫോൺ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കമ്പാരിസൺ ഷീറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ആപ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അവിടെ അതേ വാല്യൂവിൽ വരുന്ന തന്നെ ഒരു കമ്പാരിസൺ ഷീറ്റ് എനിക്ക് കാണാൻ പറ്റും പല പ്രോഡക്ട്സുകളുടെ. അപ്പോൾ അതിന് നോക്കിയിട്ട് ഇതെന്തുകൊണ്ട് ബെറ്റർ എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ കമ്പാരിസൺ ഷീറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ ബോട്ടം ഓഫ് ദ ഫണലിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കസ്റ്റമർ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നിന്ന് മാറി നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. സോ ബോഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേജും, അതായത് 3 ഫണലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
വൺസ് കസ്റ്റമർ കോൾഡ് ഓഡിയൻസിൽ നിന്നും വാമിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള ഓരോ കസ്റ്റമേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ കോൾഡ് ഓഡിയൻസിന് കൊടുക്കുന്ന എഫേർട്ടിൻ്റെ ഇരട്ടി നിങ്ങൾ വാം ഓഡിയൻസിനും ഹോട്ട് ഓഡിയൻസിനും നിങ്ങൾ കൊടുക്കണം, എന്നാലേ കൺവേർഷൻ നടക്കത്തുള്ളൂ. സോ ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ദ മാർക്കറ്റിംഗ് ഫണൽ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ടല്ലേ, അവിടെ നിങ്ങൾ ചാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കാനായിട്ട് പറ്റും. സോ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു കുട്ടി എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇവിടുത്തെ സിനോറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സ്കിൻ കെയർ ബ്രാൻഡായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു പുതിയൊരു സ്കിൻ കെയർ ബ്രാൻഡ്. സോ ടോഫു എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു ചെറിയൊരു റീല് കാണിക്കുകയാണ്, ഹൗ ടു ഗ്ലോ ഇൻ 5 minutes. 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഗ്ലോ ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു സിനാരിയോ റീൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, സോ വൺസ് അത് കസ്റ്റമറിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർ ഓക്കെ 5 മിനിറ്റിൽ, പ്രത്യേകിച്ച് ലേഡീസ് 5 മിനിറ്റിൽ എങ്ങനെ ഗ്ലോ ചെയ്യാം, അത് കൊള്ളാമല്ലോ, ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അത് കാണും. ഓക്കെ, ഇത്ര ലക്ഷം ആളുകൾ കണ്ടു. ഇനി മോഫുവിലേക്ക് വരികയാണ്, മിഡിൽ ഓഫ് ദ ഫണൽ അല്ലേ, ടോപ്പ് ഓഫ് ദ ഫണൽ കണ്ടു കഴിഞ്ഞു. കാര്യം വലിയൊരു സെറ്റ് ഓഫ് ഓഡിയൻസിലേക്ക് എൻ്റെ പരസ്യം കാണിച്ചു. ഇനി മോഫുവിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാനൊരു ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാണ്. അവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ്, ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഇമെയിൽ മാർക്കറ്റിംഗിൽ ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മാർക്കറ്റിംഗിൽ ഞാൻ കൊടുക്കുന്നത്. സോ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, ഇമെയിൽ മാർക്കറ്റിങ്ങിനേക്കാളും ഞാൻ കൂടുതൽ വാട്സപ്പ് മാർക്കറ്റിംഗ് ഞാൻ ഫോക്കസ് ചെയ്യും. ഓക്കെ, സോ ഞാൻ അവിടേക്ക് കൊടുക്കുകയാണ്. ഈ 2 പ്ലാറ്റ്ഫോമും ഞാൻ യൂസ് ചെയ്യാണ്. ആളുകൾ എൻ്റെ പ്രോഡക്റ്റിൻ്റെ മെയിൽസ് അല്ലെങ്കിൽ മെസ്സേജസ് കണ്ടു. സോ അവർ കണ്ടതിന് ശേഷം അവർ അതിനെപ്പറ്റി കൂടുതലായിട്ട് വായിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് സ്റ്റേജ് ബോട്ടം ഓഫ് ദ ഫണലിൽ ബൈ 1 get 1 ഓഫർ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ടൈം ബയേഴ്സിന് ബൈ 1 get 1. സോ എൻ്റെ പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ആളുകൾക്ക് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി അറിയില്ല. സോ ഒരു ഹോൾ ഓഡിയൻസ് എന്താണ് ഈ പറയുന്നത് ഫിൽട്ടർ ചെയ്ത് ബോഫു ലെവലിലേക്ക് വന്നു. സോ അവരെൻ്റെ പ്രോഡക്ട്സ് കാണുന്നു, അവർ ബൈ 1 get 1 ഓഫർ കാണുന്നു, എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. സോ സിമ്പിൾ പ്രോസസ്സ് അല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എഫോർട്ട് ഇടണം. ഓക്കെ, സോ ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ. സോ ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്, സിമ്പിൾ കോൺസെപ്റ്റാണ്, പല ആളുകൾക്കും അറിയാവുന്നതാണ്, ഒരു ബ്രഷപ്പായിട്ട് കണ്ടിരുന്നാൽ മതി. പക്ഷേ സിമ്പിൾ കോൺസെപ്റ്റ് ആണെങ്കിലും അത് പല ആളുകളും ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി. ഓക്കെ, സോ 3 ഫണലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 3 സ്റ്റേജസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയൻസ് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിട്ട് നമ്മൾ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നതാണെങ്കിലും ഓർഗാനിക് ലെവലിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഒറ്റ കോൺസെപ്റ്റ് മാത്രമേ നമുക്കുള്ളൂ അല്ലേ. സോ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ, അതായത് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റില്ല എങ്കിലും നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം വേസ്റ്റ് ആണ്. സോ നമ്മൾ മാക്സിമം നല്ല നല്ല കോണ്ടന്റുകൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആകുക. കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റിനോട് ട്രസ്റ്റ് തോന്നണം, ഒരു ഇംപ്രഷൻ തോന്നണം, എന്നാൽ മാത്രമേ അവർ പിന്നീട് കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നിഷിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. പല ആളുകൾക്കും നിഷ് എന്താണെന്നും അതിനകത്ത് വരുന്ന കുറേ കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഇന്നും ഡൗട്ടാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉറപ്പായിട്ടും നിഷിനെ പറ്റി, നിഷ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.